Welcome back to our channel. So നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെമസ്റ്റർ 4 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ S4 K2 ബേസ്ഡ് കോർ പേപ്പറായ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതായത് CST 204ന്റെ മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബാക്കി കമ്മിങ് വീഡിയോസ് ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. സോ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? So the syllabus consists of the concept and overview of database management system and the characteristics of database system. So നമ്മൾ ഇന്ന് അതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് overview of database management system. പിന്നെ അതുപോലെ characteristics of database system ആണ് നോക്കുന്നത്. So what is a data? So data എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് data. The known facts that can be recorded and have implicit meaning. നമുക്കൊരു മീനിങ്ങും അതേപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള എന്ത് സാധനം ഒരു ഫാക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡേറ്റ എന്ന് പറയാം. അതിനൊരു ഇംപ്ലിസിറ്റ് മീനിങ്ങോട് കൂടി ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഏതൊരു ഫാക്റ്റിനെ നമുക്ക് എന്ത് പറയാം? ഡേറ്റ എന്ന് പറയാം. സോ വാട്ട് ഈസ് എ ഡേറ്റാബേസ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരു ഡേറ്റയുടെ ഒരു കളക്ഷൻ തന്നെയായിരിക്കും എന്ത് പറയുന്നത്? ഡേറ്റാബേസ്. So now we are moving to the main topic. What is database management system? That is DBMS. So what is database management system? It is a collection of interrelated data and a set of programs to access those data. അതായത് അത് ഒരു ഡേറ്റയും അതേപോലെ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസും ഇന്റർലേറ്റ് ചെയ്തിട്ടൊരു കണക്ഷനാണ്. എന്തിനാണ്? അത് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കളക്ഷൻ ഓഫ് ഇന്റർലേറ്റഡ് ഡേറ്റ, അതേപോലെ എ സെറ്റ് ഓഫ് പ്രോഗ്രാം, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസും അതുപോലെ ഇന്റർലേറ്റഡ് ഡേറ്റയുടെ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ് എന്ത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്തിനാണ്? ടു ആക്സസ് ദൂസ് ഡേറ്റ, ആ ഡേറ്റകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ DBMS യൂസ് ചെയ്യുന്നത്. സോ ദ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ്, കൺസ്ട്രക്ടിങ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡേറ്റാബേസ്. The primary goal of a DBMS is to provide a way to store and retrieve database information that is both convenient and efficient. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? കൺവീനിയൻ്റ് ആൻഡ് എഫിഷ്യൻ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിവിടെ കൊടുത്തിരിക്കുന്നത് കൺവീനിയൻ്റ് ആൻഡ് എഫിഷ്യൻ്റ്. കൺവീനിയൻ്റ് ആൻഡ് എഫിഷ്യൻ്റ്. ഓക്കെ. The database systems are designed to manage large bodies of information. Mainly database system എന്താണ്? ഒരുപാട് ഇൻഫോർമേഷൻ, ഒരുപാട് ഡേറ്റ, കളക്ഷൻ ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഡേറ്റാബേസ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്നത്. The management of data involves both storage of information and mechanism for manipulation of information. ഇൻഫോർമേഷൻ മാനിപ്പുലേഷനുള്ള മെത്തേഡും ഉണ്ട്, സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷനും ഉണ്ട്. അതുപോലെ ദ ഡേറ്റാബേസ് സിസ്റ്റം മസ്റ്റ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫോർമേഷൻ സ്റ്റോർഡ്. ഡേറ്റാബേസ് സിസ്റ്റം എന്ത് ചെയ്യും? നമുക്ക് എന്ത് ഇൻഫോർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ സേഫ്റ്റിയും എൻഷുർ ചെയ്യുന്നതായിരിക്കും. The data are to be shared among several users. The system must avoid possible anomalous results. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡേറ്റാബേസ് ഇംപ്ലിസിറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്, UOD or mini world എന്ന് പറയും. Database represents some aspects of real world. Changes to mini world affects the database. A database is a logically coherent collection of data with some inherent meaning. A database is designed, built and populated with data for specific purpose. DBMS is a general purpose software system. So ഇതെന്താണ് നമുക്കറിയാം? It's a software system അല്ലേ? DBMS is a general purpose software system that facilitates the process of defining, constructing, manipulating and sharing database. So ഇതിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതൊക്കെയാണ്? ഡിഫൈനിങ്, കൺസ്ട്രക്ടിങ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡേറ്റാബേസ്. ഇതാണ് ഡേറ്റാബേസ് എൻവയോൺമെന്റ്. ഈ ഫിഗർ ഷോ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഡേറ്റാബേസ് എൻവയോൺമെന്റ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് യൂസേഴ്സ് ഓർ പ്രോഗ്രാമേഴ്സ് ഉണ്ട്. അതുപോലെ അവരൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഓർ ക്വറീസ് കൊടുക്കുമ്പോൾ ദ സോഫ്റ്റ്വെയർ ടു പ്രോസസ് ക്വറീസ്, ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. എന്തുണ്ടാക്കാം? ക്വറീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ടാക്കാം. സോഫ്റ്റ്വെയർ ടു ആക്സസ് സ്റ്റോർഡ് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഡേറ്റാബേസ് ഉണ്ട്. ഒന്ന് സ്റ്റോറേജ് ഡേറ്റാബേസ്, ഡെഫിനിഷൻ, മെറ്റാ ഡേറ്റാബേസ് ഓർ സ്റ്റോറേജ് ഡേറ്റാബേസ്. രണ്ട് സ്റ്റോറേജ് ഡേറ്റാബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. DBMS സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുന്നത് നോക്കി, ഇതാണ് DBMS സോഫ്റ്റ്വെയർ. സോ ഈ DBMS സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുന്നതാണ് സോഫ്റ്റ്വെയർ ടു പ്രോസസ് queries of programs or software to access stored data. Stored data access ചെയ്യാനുള്ളതും ഉണ്ട്, അതുപോലെ പ്രോസസ് ചെയ്യാനുള്ള ക്വറീസും ഉണ്ട്. രണ്ട് സോഫ്റ്റ്വെയർസ് ആണ് മെയിൻലി DBMS സോഫ്റ്റ്വെയറിലുള്ളത്. ഈ ചുറ്റും ഉള്ളതാണ്, ഈ ചുറ്റും നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ്
ഡേറ്റാബേസ് സിസ്റ്റം. ഈ ഡേറ്റാബേസ് എൻവയോൺമെൻറ്റിൻ്റെ അകത്തുള്ളതാണ് ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ഇതാണ് ഒരു ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ DBMS സോഫ്റ്റ്വെയർ ഉണ്ട്. ആ DBMS സോഫ്റ്റ്വെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് നടുക്കുള്ള ആ കളർ. ഓക്കെ, അതിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പ്രോസസ് ക്വറീസും അതുപോലെ സോഫ്റ്റ്വെയർ സ്റ്റോറേജ് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസും ഇൻബിൽഡ് ആയിട്ട് അതിലുണ്ട്. പിന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആണ് ഡേറ്റാബേസ് സിസ്റ്റം ആയിട്ടാണ്, ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെൻറ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെൻറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോറായിട്ട് ഇനിയുള്ള അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡേറ്റാബേസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ.